നമ്മുടെ മൂന്നാറിൽ പോകുന്ന വഴിയിൽ ഭയങ്കരമായിട്ട് ലാൻഡ് ഡിസീസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ കീഴിൽ കാണിക്കാം. മൂന്നാർ അതുപോലെ ഹൈ റേഞ്ച് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. ഇത്തരം ഫ്ലഡുകളൊക്കെ ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല മഴ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ലാൻഡ് ഡിസീസസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിലും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. മൂന്നാർ ടൗണിൽ നിന്ന് പോകുമ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ ഉള്ള ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് ആണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ അനുവദിച്ചിട്ടുള്ള പാർക്കിംഗ് സൗകര്യം എവിടെയാണോ അവിടെ മാത്രം നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിപ്പോൾ നമ്മൾ പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാതെ ഇത്തരം ഹൈ റേഞ്ചുകളിൽ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഏത് സമയത്തും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ദൂരത്തിനുണ്ട്, താഴത്തേക്കെത്തിണ്ട്. പക്ഷെ ആ പാർക്കിലൊന്നും പറ്റിയില്ല കേട്ടോ. ആ കാണില്ലേ, ആ കാണാണ് നമ്മളെ എന്താ പറയുക ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ എൻഡ് ഭാഗമാണത്. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ എൻഡ് ഭാഗം വരെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തം സംഭവം ഫുള്ള് ഇടിഞ്ഞു വന്നിട്ടുണ്ടല്ലോ. കംപ്ലീറ്റ് സാധനം ഇവിടുന്ന് മുകളിൽ നിന്ന്, ഈ മലയുടെ മുകളിൽ നിന്ന് ഫുള്ള് ഇടിഞ്ഞു വന്നിട്ട് വേണ്ട നേരെ പോയിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മുകൾ ഭാഗം വരെ എത്തിയിട്ടുണ്ട്. മൂന്നാർ ഇത് മൂന്നാർ തേക്കടി റൂട്ട് കേട്ടോ. തേക്കടി ഭാഗത്തേക്ക് പോകില്ലേ, മൂന്നാർ തേക്കടി മധുര ആ റൂട്ടൊക്കെ പോണ വഴിയാണ്. ഈ വഴി വരുമ്പോഴേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ ഉള്ള ഭാഗമാണത്. ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഇപ്പോൾ കാണുന്നത്. ആ കാണുന്നുണ്ടല്ലോ, ആ കാണുന്നതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ അടിഭാഗം ലാസ്റ്റ് എൻഡ് പോർഷനാണത്. അപ്പോൾ 2-3 ആഴ്ച മുമ്പ് ഇവിടെ ഉരുൾപൊട്ടലുണ്ടായിട്ട് മണ്ണിടിഞ്ഞ് പോയതാണ് ഈ കാണുന്നത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ അതുപോലെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവിടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടി ഒന്നും പാർക്ക് ചെയ്യാൻ പാടില്ല, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല, ആൾക്കാരൊന്നും ഫോട്ടോ എടുക്കാൻ കാര്യങ്ങളൊന്നും പാടില്ല. സംഭവം ഇപ്പോഴും ഇവിടെ തടയണ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതിങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഏത് നിമിഷവും ബാക്കിയുള്ളതും കൂടെ കണ്ട് വരാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളതല്ലേ